ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ചുരിദാറിൻ്റെ നെക്കിൽ എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് എങ്ങനെയാണ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇതിപ്പോൾ എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് മാത്രം മാർക്ക് ചെയ്യുന്നത് ഞാൻ പേപ്പറിലാണ് കാണിക്കുന്നത്. ചുരിദാറിൻ്റെ ഫ്രണ്ട് നെക്ക് മാത്രം മാർക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് മാത്രമുള്ള ഒരു മെഷർമെൻറ്റാണ് കാണിക്കുന്നത്. സ്റ്റിച്ചിങ്ങിന് വേണ്ടത്രയുള്ള ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് മാർക്ക് ചെയ്ത് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ ആണ്. നമ്മൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കുന്ന ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയെടുക്കണം. ഇതാണ് അതിൻ്റെ ഇറക്കം വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയെടുക്കണം. ഇവിടെയാണ് നെക്ക് വരുന്നത്. ഇവിടെ നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാനുള്ളത്, ആം ഹോളൊക്കെ വരുന്നത് ഈ സൈഡ്, ഈ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് ഇവിടെ നെക്ക് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് അനുസരിച്ച് നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3.5ഉം പിന്നെ അതിൻ്റെ ഇറക്കം അതായത് ഡെപ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരു 6 ഇഞ്ചുമാണ് എടുക്കാറ്. അത് നമുക്ക് മാറ്റം വേണമെങ്കിൽ ചെയ്യാം. നമ്മുടെ ഒരു ഏതെങ്കിലും കറക്റ്റ് അളവായിട്ടുള്ള ഒരു ചുരിദാർ എടുത്തിട്ട് നമുക്ക് അളവ് നോക്കി മാർക്ക് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് 3.5 ആണ് എടുക്കേണ്ടത്. പിന്നെ ഇത് ഇറക്കം 6ഉം. ഇവിടെ നമ്മൾ 3.5 മാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ 6 ആണ് താഴേക്ക് വേണ്ടത്. പക്ഷേ നമുക്ക് ഇവിടെ ഒരു സീം അലവൻസ് ഒരു 1/2 ഇഞ്ച് പോകും. അപ്പോൾ നമ്മൾ അതും കൂടെ കൂട്ടി ഇവിടെ 6.5 കഴുത്ത് ഇറക്കം എടുക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് 6 കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 6.5 മാർക്ക് ചെയ്യണം. നമ്മളിവിടെ മാർക്ക് ചെയ്ത സ്ഥലത്തും ഇവിടുന്ന് 3.5 തന്നെയാണോ എന്ന് നമ്മൾ കറക്റ്റ് ഒന്ന് നോക്കണം. ഇതാണ് പോയിൻ്റ് വരുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു സ്ക്വയർ വരയ്ക്കണം. അതായത് കറക്റ്റ് നമ്മൾ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെയും ജസ്റ്റ് 6.5 കൃത്യമായിട്ട് നോക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് ആ സ്ക്വയർ വരയ്ക്കുന്നത് തെറ്റിപ്പോകാതിരിക്കും. ഇവിടുന്ന് ഒരു 1.5 മാർക്ക് ചെയ്യണം. നന്നായിട്ട് കുഴിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.25 മതിയാവും. 1.5 ഇഞ്ച് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെയാണ് 1.5 വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് റൗണ്ട് ഷേപ്പിൽ വരച്ച് കൊണ്ടുവരണം. ഈ ഒരു അളവിൽ നമ്മൾ രണ്ട് സൈഡിലും ഇതിൻ്റെ ഇപ്പുറത്തും കൂടെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തെടുക്കണം. അതായത് ഇവിടെ നമ്മൾ ഇവിടെയും കൂടി നെക്ക് മാർക്ക് ചെയ്ത് എടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു പോർഷനിലാണ് പിന്നെ എംബ്രോയ്ഡറി ചെയ്യുന്നത്. അങ്ങനെ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമ്മൾ ബീഡ് വർക്കൊക്കെ ആണെങ്കിൽ ഇവിടുന്നൊരു 1/2 ഇഞ്ച് നമ്മൾ മാറ്റിയിട്ടാണ് വർക്കെല്ലാം ചെയ്ത് തുടങ്ങേണ്ടത്. ത്രെഡ് വർക്ക് ആണെങ്കിലും 1/2 ഇഞ്ച് മാറ്റുന്നതാണ് എപ്പോഴും നല്ലത്, സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ത്രെഡ് വർക്ക് ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരുമെന്നേ ഉള്ളൂ. എന്നാലും ചേർത്ത് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കുറച്ച് മാറ്റിയിട്ട് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങണം. പിന്നെ ഇവിടെ നമ്മൾ ഷോൾഡർ സാധാരണ വരുന്നത് ഒരു 3.5 കൂടെ വരും. മൊത്തം 7 ആണ് വരുന്നത്. അപ്പം ഇവിടം വരെ ഇങ്ങനെ നമ്മൾ 7 വരെ ഈ ഒരു ഗ്യാപ്പിൽ ഇവിടെ ചെയ്താൽ മതി എംബ്രോയ്ഡറി. ബാക്കി അങ്ങോട്ട് നമ്മൾ കട്ട് ചെയ്ത് പോകുന്ന പോർഷനാണ്. അപ്പോൾ ഈ ഒരു 7 വരെയുള്ള ഇവിടെയും കൂടെ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ എംബ്രോയ്ഡറി ചെയ്യാം. പിന്നെ താഴേക്കും ചെയ്യാം. അപ്പോൾ ആകെ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു 1/2 ഇഞ്ച് മാറ്റിയിട്ട് ചെയ്യുവാണെങ്കിൽ അത് സ്റ്റിച്ചിങ്ങിന് നല്ലതായിരിക്കും.
ഇവിടെ ഷോൾഡറിൻ്റെ അളവ് പറഞ്ഞത് സാധാരണ 14 ആണ് മൊത്തം ഷോൾഡർ വരാറ്. അത് വെച്ചിട്ടാണ് 7 പറഞ്ഞത്. പിന്നെ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് അളവിനുള്ള ഒരു ചുരിദാർ എടുത്ത് അതിൻ്റെ അളവ് നോക്കിയിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ഈ ഒരു പോർഷനാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്നത്. രണ്ട് സൈഡിലും നമ്മൾ ഇപ്പുറത്തെ സൈഡിലും കൂടി ഇത് നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ട് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്നത്. പിന്നെ ഒരു വ്യത്യാസം, ബോട്ട് നെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ നെക്കിൻ്റെ ഈ മെഷർമെൻറ്റിന് വ്യത്യാസം വരും. ബോട്ട് നെക്ക് ആണെങ്കിൽ സാധാരണ നമ്മൾ ഇവിടെ വിഡ്ത്ത് എടുക്കുന്നത് 5ഉം ഈ ഒരു കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് 3ഉം ആണ്. ഇങ്ങോട്ട് കുറച്ചും കൂടെ വരും, 5 വരും, ഇങ്ങോട്ട് 3 ആണ്. 3 എന്ന് പറയുമ്പം ഇവിടുത്തെ സീം അലവൻസ് വിട്ടിട്ട് നമ്മൾ 3.5 ഈ ഡെപ്ത് എടുക്കണം. അത്രയാണ് ബോട്ട് നെക്കിനുള്ള ഒരു ഡിഫറൻസ്. പിന്നെ എന്തെങ്കിലും ഡിഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പാകത്തിനുള്ളൊരു ചുരിദാറിൻ്റെ നെക്ക് അളവെടുത്തിട്ട് അത് വെച്ച് വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. പിന്നെ ഡൗട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ വരച്ചെടുത്തുനിന്ന് കുറച്ചിങ്ങോട്ട് മാറിയിട്ടാണ് വർക്ക് ചെയ്ത് തുടങ്ങേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ നെക്കിൻ്റെ അളവെടുത്തപ്പം ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പം പോകുന്നതാണ്. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ചും കൂടെ താഴേക്ക് ഇറങ്ങിയിട്ടാണ് വർക്ക് ചെയ്ത് തുടങ്ങേണ്ടത്. ഇന്നത്തെ ഒരു വീഡിയോ ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ പേപ്പറിൽ മാർക്ക് ചെയ്ത് കാണിക്കുമ്പോൾ മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ഇത് ക്ലോത്തിൽ മാർക്ക് ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറഞ്ഞാൽ മതി, അങ്ങനത്തെ വീഡിയോ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.